വന നിയമ ഭേദഗതിയിൽ മാറ്റമുണ്ടാകുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ മുന്നോട്ടു പോകൂവെന്നും സർക്കാരിന് ഒരു പിടിവാശിയുമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിയമ ഭേദഗതിയിൽ നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നുവെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വാദത്തെ മന്ത്രി തള്ളി. സാധാരണ നിലയിൽ എങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുക, ആ നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഏതൊക്കെ തലങ്ങളിൽ ആവശ്യമാണ് ആ ചർച്ചകളൊക്കെ നടത്തുന്നതിന് ഗവൺമെൻറ് സമ്മതമാണെന്ന് ആദ്യ ദിവസം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഗവൺമെൻറ്റിന് സമ്മതമാണ്. ഗവൺമെൻറ്റിന് ഒരു പിടിവാശിയുമില്ല. വനത്തിനെതിരെ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ചിലരുണ്ട്, ചില സംഘടനകളുണ്ട്. അതേസമയം വന നിയമ ഭേദഗതിയിൽ പരസ്യ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് UDF. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇത് യഥാർത്ഥത്തിൽ ഇത് വനം മന്ത്രിയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് വരെ വഴിവെച്ച ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഒരു മുൻ നിലപാട് നിലവിൽ ഇപ്പോഴത് ഈ വന ഭേദഗതി നിയമം സംബന്ധിച്ച കാര്യങ്ങൾ, നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ അതിന്റെ കരടാണ് തയ്യാറായിരിക്കുന്നത്, അതിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല, അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇന്നലെ കേരള കോൺഗ്രസ് എം നേതാക്കൾ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണോ ഇതിലൊരു പുനർവിചിന്തനത്തിന് വനം മന്ത്രി തയ്യാറാകുന്നത്? കേരള കോൺഗ്രസ് എമ്മുമായി ഉള്ള ഒരു പ്രശ്നം അത് കൂടുതൽ സങ്കീർണമാവുകയാണോ ഈ വിഷയത്തോടെ? ഗോപികൃഷ്ണൻ, തീർച്ചയായും. കാരണം അതൊരു മുന്നണിക്കുള്ളിൽ തന്നെ ഒരു പ്രശ്നമായി മാറിയതോട് കൂടി തന്നെയാണ് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഈ വനം മന്ത്രി ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു പിന്നോട്ട് പോയിരിക്കുന്നത്. കാരണം ക്രൈസ്തവ സംഘടനകളും കേരള കോൺഗ്രസും ഒരുപോലെ ശക്തമായി എതിർപ്പുന്നയിച്ചതോട് കൂടിയാണ് പുതിയ വന നിയമ ഭേദഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന വനം മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഒരു എല്ലാ ബില്ലുകളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു കരട് ബില്ല് മാത്രമാണ് എന്നതാണ് വനം മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതിയിൽ നേരത്തെ എതിർപ്പ് വന്ന ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകളിലൊക്കെ തന്നെ മാറ്റം വരുമെന്നൊരു സൂചന കൂടിയാണ് വനം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നൽകിയിരിക്കുന്നത്. കാരണം തുടർന്ന് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. അല്ലെങ്കിൽ ഏതായാലും ഈ കാര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്ന നിലപാട് വനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുകയാണ്.